ഒന്നേകാൽ കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത് EMS നമ്പൂതിരിപ്പാട്. ഒന്നേകാൽ കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത് EMS നമ്പൂതിരിപ്പാട്. ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചരണത്തിനായാണ് സവർണ ജാഥ നടത്തിയത്? വൈക്കം സത്യാഗ്രഹം. ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചരണത്തിനാണ് സവർണ ജാഥ നടത്തിയത്? വൈക്കം സത്യാഗ്രഹം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൻ. വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ദേശീയോദ്യാനം? ഇരവികുളം. വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ദേശീയോദ്യാനം ഇരവികുളം. കേരളത്തിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന ചുരം? ആര്യങ്കാവ് ചുരം. പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ആര്യങ്കാവ് ചുരം. ഇന്ത്യയിൽ ജൈവകൃഷി അവലംബിച്ച ആദ്യ സംസ്ഥാനം? സിക്കിം. ഇന്ത്യയിൽ ജൈവകൃഷി അവലംബിച്ച ആദ്യ സംസ്ഥാനം സിക്കിം. 2016 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്? സി രാധാകൃഷ്ണൻ. 2016 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് സി രാധാകൃഷ്ണൻ. തക്ഷൻ കുന്ന് സ്വരൂപം എന്ന നോവൽ എഴുതിയതാര്? UK കുമാരൻ. തക്ഷൻ കുന്ന് സ്വരൂപം എന്ന നോവൽ എഴുതിയത് UK കുമാരൻ. തീൻബഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. തീൻബഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം? ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപമുള്ള സംസ്ഥാനം? ജാർഖണ്ഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപമുള്ള സംസ്ഥാനം ജാർഖണ്ഡ്. ബ്രിട്ടീഷ് സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഉരുക്കു നിർമ്മാണശാല? ദുർഗാപൂർ. ബ്രിട്ടീഷ് സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഉരുക്കു നിർമ്മാണശാല ദുർഗാപൂർ. 1961 ഗോവയിലെ സൈനിക പ്രവർത്തന സമയത്ത് പ്രതിരോധ വകുപ്പ് മന്ത്രി? VK കൃഷ്ണമേനോൻ. 1961 ഗോവയിലെ സൈനിക പ്രവർത്തന സമയത്ത് പ്രതിരോധ വകുപ്പ് മന്ത്രി VK കൃഷ്ണമേനോൻ. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ? പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളി? PR ശ്രീജേഷ്. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളി PR ശ്രീജേഷ്. മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? വയനാട്. മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. ഇവയിലേതാണ് ഹിമാലയൻ താഴ്വര അല്ലാത്തത്? ലൂസായ്. കുളു, കാഗ്ര, ഡ്രൂൺ എന്നിവ ഹിമാലയൻ താഴ്വരകളാണ്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം? കാണ്ട്ല തുറമുഖം. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് കാണ്ട്ല തുറമുഖം. ഇവയിലേതാണ് മൗലിക അവകാശങ്ങളിൽ പെടാത്തത്? സ്വത്തവകാശം. സ്വത്തവകാശമാണ് മൗലിക അവകാശങ്ങളിൽ പെടാത്തത്. ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് ആര്? മാഡം ഭിക്കാജി കാമ. ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് ആര്? മാഡം ഭിക്കാജി കാമ. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി? റാണി ഗൗരി പാർവതിബായ്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതിബായ്. അരയ സമാജം സ്ഥാപിച്ചത്? പണ്ഡിറ്റ് KP കറുപ്പൻ. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിലാണ്? വെമ്പനാട്ട് കായലിൽ. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്ന കായലാണ് വെമ്പനാട്ട് കായൽ. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചെറായി. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെറായിയിൽ. താഴെ പറയുന്നവയിൽ കാവേരി നദിയുടെ പോഷക നദിയല്ലാത്തത്? താഴെ പറയുന്നതിൽ പമ്പ നദിയാണ് കാവേരി നദിയുടെ പോഷക നദി അല്ലാത്തത്. കബനി,
പാമ്പാർ, ഭവാനി എന്നിവ കാവേരി നദിയുടെ പോഷകനദികളാണ്. പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം ഏത്? 1865. പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം 1865. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രമെന്നറിയപ്പെടുന്ന സ്ഥലം? പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രമെന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂർ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ബംഗാളിൽ ബ്രിട്ടീഷ് ഭരണത്തെ എതിർത്ത വർഗ്ഗക്കാർ? സന്താളുകൾ. ബംഗാളിൽ ബ്രിട്ടീഷ് ഭരണത്തെ എതിർത്ത വർഗ്ഗക്കാരാണ് സന്താളുകൾ. ഇന്ത്യയിൽ ആദ്യത്തെ സർവകലാശാല സ്ഥാപിച്ചത്? കൽക്കത്ത. ഇന്ത്യയിൽ ആദ്യത്തെ സർവകലാശാല സ്ഥാപിച്ചത് കൽക്കത്തയിൽ. അമൃത ഷേർഗിൽ പ്രശസ്തയായത് ഏത് രംഗത്താണ്? ചിത്രരചന. അമൃത ഷേർഗിൽ പ്രശസ്തയായത് ഏത് രംഗത്താണ്? ചിത്രരചനയിൽ. നീൽദർപ്പൺ എന്ന നാടകം രചിച്ചതാര്? ദീനബന്ധു മിത്ര. നീൽദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്ര. ബാലഗംഗാധര തിലകനെക്കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം എഴുതിയ ബ്രിട്ടീഷുകാരൻ? വാലന്റൈൻ ഷിറോൾ. ബാലഗംഗാധര തിലകനെക്കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം എഴുതിയ ബ്രിട്ടീഷുകാരൻ വാലന്റൈൻ ഷിറോൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്? വാഞ്ചി അയ്യർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് വാഞ്ചി അയ്യർ. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. സംസ്ഥാന പുനർസംഘടന കമ്മീഷനിൽ അംഗങ്ങളിൽ പെടാത്തത്? പോറ്റി ശ്രീരാമാലു. സംസ്ഥാന പുനർസംഘടനാ കമ്മീഷനിൽ പെടാത്തൊരംഗമാണ് പോറ്റി ശ്രീരാമാലു. സംസ്ഥാന പുനർസംഘടനാ കമ്മീഷനിൽ അംഗങ്ങളായവരാണ് KM പണിക്കർ, HN കുൻസ്രു, ഫസൽ അലി എന്നിവർ. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം? മംഗളയാൻ. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം മംഗളയാൻ. ദേശീയ സമ്മതിദാന ദിനം ജനുവരി 25. ദേശീയ സമ്മതിദാന ദിനം ജനുവരി 25. ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം മുഴക്കിയ വർഷം? 1942. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം മുഴക്കിയ വർഷം? 1942. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്? ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. രാജസ്ഥാനിലെ ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത്? മസ്ദൂർ ശക്തി സംഗതൻ. രാജസ്ഥാനിലെ ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത്? മസ്ദൂർ ശക്തി സംഗതൻ. ദേശീയതലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം? ലോക്പാൽ. ദേശീയതലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സംഘടനയാണ് ലോക്പാൽ. ഭരണഘടന അനുവദിച്ചിട്ടുള്ള മൗലികാവകാശങ്ങളുടെ സംരക്ഷണ ചുമതല നിക്ഷിപ്തമായിരിക്കുന്നത് സുപ്രീം കോടതിയിൽ. ഭരണഘടന അനുവദിച്ചിട്ടുള്ള മൗലിക അവകാശങ്ങളുടെ സംരക്ഷണ ചുമതല നിക്ഷിപ്തമായിട്ടുള്ളത് സുപ്രീം കോടതിയിൽ. പത്താൻകോട്ട് വ്യോമതാവളം ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബ്. പത്താൻകോട്ട് വ്യോമതാവളം ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബ്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ വനിത? കർണം മല്ലേശ്വരി. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ വനിത കർണം മല്ലേശ്വരി. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം? 2005. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. സെന്റ് ആഞ്ചലോസ് കോട്ട ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിൽ. സെന്റ് ആഞ്ചലോസ് കോട്ട ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിൽ. ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ബാംഗ്ലൂരു. ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരുവിൽ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ? ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്തതാണ്.
അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും അധികം പോഷക നദികളുള്ള നദി ഏത്? ഗംഗാനദി. ഇന്ത്യയിൽ ഏറ്റവും അധികം പോഷക നദികളുള്ള നദിയാണ് ഗംഗാനദി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് ദേശീയ ഗാനം ആദ്യമായി പാടിയത്? കൽക്കത്ത സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് ദേശീയ ഗാനം ആദ്യമായി പാടിയത്? കൽക്കത്ത സമ്മേളനത്തിൽ.